നമ്മൾ നേരെ 10 മണിയോടുകൂടെ നമ്മളെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നേരെ പോകുന്നത് മീഖാത്തിലേക്ക്. അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത്, ഇഹ്റാമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യും, ഓർമ്മയിൽ പെടുത്തുന്നതായിരിക്കും. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സിൽ നിന്ന് ഉംറയുടെ നിയ്യത്ത് ചെയ്തുകൊണ്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നേരെ നമ്മൾ മക്കയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് റൂമിലേക്കായിരിക്കും. റൂമിൽ പോയി സാധനങ്ങളൊക്കെ അവിടെ വെച്ച് റൂമിൽ അവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മക്കയിലെത്തുമ്പോൾ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യണം, ബസ്സിൽ നിന്ന് എടുക്കണം. കാരണം ബസ് ചിലപ്പോൾ അവിടെ നിന്ന് മാറാൻ സാധ്യത ഉണ്ടാവും. അല്ലെങ്കിൽ ബസ് നേരെ അവിടെ നിന്ന് സർവീസിനാണ് വിടുക. സർവീസിന് കൊടുക്കുമ്പോൾ ബസ്സിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് ഒക്കെ എടുത്ത് ഒഴിവാക്കും. അപ്പോൾ ഒരു ബാഗ് പോലും എന്ത് ചെയ്യരുത്, മറന്നിട്ടാരും ബസ്സിൽ വെക്കരുത്. എല്ലാ സാധനങ്ങളും ബസ്സിൽ നിന്ന് എടുക്കണം. അങ്ങനെ റൂം തർത്തീബാക്കി കഴിഞ്ഞാൽ അവസാനത്തെ താക്കോലും കൊടുത്ത് ഞാൻ റൂമിൽ പോയി ഒന്നു ചെയ്ത് നേരെ കൗണ്ടറിൽ ഞാൻ ഒരു 15 മിനിറ്റിനെ താഴെ വെയിറ്റ് ചെയ്യും. എൻ്റെ മുമ്പ് റൂം കിട്ടിയ നിങ്ങൾക്ക് ഒന്നു ചെയ്ത് കൗണ്ടറിലെത്താൻ ഏതായാലും അത്രയും സമയം വേണ്ടതില്ല. അപ്പം എൻ്റെ കൂടെ ഉംറക്ക് വരണം എന്ന് ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യണം, ഞാൻ അവസാനം ഞാൻ റൂമിൽ പോകും. റൂമിൽ പോയി ഒന്നു ചെയ്ത് ഞാൻ കൗണ്ടറിൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യും. നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കണം. ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ, നമ്മൾ സുബഹിന്റെ മുമ്പെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, തവാഫ് കഴിയണം. ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ സുബഹിന്റെ മുമ്പ് തന്നെ എന്താവും, ഉംറ കഴിയും. നമ്മളിപ്പോൾ ഏകദേശം ടൈം എവിടെയും പാളിയിട്ടില്ല. അങ്ങനെ ഉംറ പൂർത്തീകരിച്ച് നമ്മൾ നേരെ റൂമിൽ വന്നാൽ നിങ്ങൾക്കുള്ള നാഷ്ട അവിടെ റെഡി ആയിരിക്കും. ഇൻഷാ അല്ലാഹ് നാഷ്ട കഴിച്ചു ഉടനെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തോളി, നല്ല ക്ഷീണം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഏകദേശം ജുമാന്റെ 1 മണിക്കൂർ മുമ്പ് എന്ത് ചെയ്യുക, എല്ലാവരും ഹറമിൽ എത്തിച്ചേരുക. അവിടെ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട്, പുരുഷന്മാർക്ക് സെപ്പറേറ്റ് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ജുമാ നിസ്കാരം കഴിഞ്ഞ് നേരെ നിങ്ങൾ എന്ത് ചെയ്യണം, റൂമിൽ എത്തിച്ചേരണം. അവിടെ നിന്ന് ഫുഡ് അവിടെ റെഡി ആയിരിക്കും. ഫുഡ് കഴിച്ചു ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അസർ നമസ്കാരത്തിന് എല്ലാവരും എന്ത് ചെയ്യണം, ഹറമിൽ എത്തിച്ചേരുന്നത് നിർബന്ധമാണ്. കാരണം അസർ നമസ്കാരത്തിന് എത്തിയെങ്കിൽ മാത്രമാണ് എന്താവുള്ളൂ, അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ വദായിന്റെ തവാഫ് ചെയ്ത് നമുക്ക് റൂമിലെത്തി മഹരിബ് ഇശാം കൂടെ ജമ്മും കസറാക്കുന്നത് റൂമിൽ നിന്നാണ്. കാരണം മഹരിബ് നിസ്കാരം ഹറമിൽ നിസ്കരിക്കാൻ കൂടിയാൽ നമുക്ക് എന്താവൂല, 7:30 ബസ് പുറപ്പെടുന്ന സമയത്ത് എത്തിച്ചേരാൻ കഴിയില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. അസർ നമസ്കാരത്തിന് ഹറമിലെത്തി അസർ നമസ്കരിച്ച് വദായിന്റെ തവാഫ് ചെയ്ത് നേരെ റൂമിലേക്ക് നടക്കുക. വദായിന്റെ തവാഫ് എല്ലാവരും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം. വദായിന്റെ തവാഫ് എന്നുള്ളത് ഉംറയുടെ കർമ്മമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും 132 കിലോമീറ്റർ നമസ്കാരം ജമ്മും കസറാക്കി യാത്ര ചെയ്ത് ഒരാൾ മക്കയിലെത്തിയാൽ, അതിനിപ്പോൾ ഉംറക്ക് വേണ്ടി എത്തിയതാണെങ്കിലും മറ്റുള്ള എന്തെങ്കിലും ആവശ്യത്തിന് എത്തിയതാണെങ്കിലും ഇനി ബിസിനസ് പോലത്തെ എന്ത് ആവശ്യത്തിന് എത്തിയതാണെങ്കിലും ആ വ്യക്തി മക്കയിൽ നിന്ന് വിരമിക്കുമ്പോൾ എന്ത് വേണം, വദായിന്റെ തവാഫ് ചെയ്തിട്ടേ മടങ്ങും.